വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ ദൈവവചനവുമായി ദൈവസഭയുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം മടിയിൽ നൽകി തന്നിരിക്കുന്ന ഈ സാവകാശത്തോടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭമായി കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും വേദിയിലായിരിക്കുന്ന പ്രിയദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നേരത്തെ അറിയിക്കുന്നു. മെസ്സേജ് പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റർ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന 2-3 ടോപ്പിക്കുകളുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് കാലത്ത് വന്നിട്ട് പാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, തീയല്ലേ? തീയുണ്ട് അവിടെ, അടുപ്പ് കത്തിക്കുന്നിടത്ത് തീയുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു. പക്ഷെ ദൈവം ആ സമയത്ത് ഒന്നും തന്നില്ല. അത് കഴിഞ്ഞിട്ട് പോയിരുന്നപ്പോൾ ഒരു വാക്യം ദൈവം തന്നു. ആ വാക്യം നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നാലിൻ്റെ 6. കൽപ്പിച്ചുണ്ടാക്കി, അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നമായ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലഭിച്ചിരിക്കുന്ന ആ വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, അത് ഞങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വിഭജിച്ച് തരുവാൻ ദൈവമേ ഞങ്ങളുടെ ജ്ഞാനം നൽകി തരുമാറാകണമേ. അത് കേൾക്കുന്ന എല്ലാവർക്കും അതുപോലെ പറയുന്ന എനിക്കും ദൈവിക അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണം. എല്ലാം ഞങ്ങളുടെ കരത്തിലേക്ക് താഴ്ത്തി പരമേൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആ വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. സ്തോത്രം. വളരെ സുപരിചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് യോന. എല്ലാവർക്കും ഇന്നിപ്പോൾ യൂത്ത് സൺഡേ കൂടി ആയ സ്ഥിതിക്ക് യൂത്തിന് മാത്രമല്ല എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് യോന. ഒരു പ്രവാചകനായിരുന്നു എന്നും നിനവേലിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി കടന്നു പോകുന്ന ഒരു പ്രവാചകനായിരുന്നു. ആ കഥ അറിയാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റിയുടെ മോളടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ സാധ്യതയുണ്ട്, പറയുമായിരുന്നുണ്ടെങ്കിൽ. അത്രയും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് ബൈബിളിലെ യോനയുടെ ആ അധ്യായം. നമുക്ക് അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2. മതി. അപ്പോൾ ഈ സംഭവത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാരണം കൊണ്ട് ഒരുപാട് അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ തുടക്കം പറയാതിരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചത്. ആരാ യോന എന്നുള്ളത് അവിടെ എഴുതി തന്നിട്ടുണ്ട്. അമിത്തായിയുടെ മകനായ യോന. അപ്പോൾ അത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ട് നിനവേലിക്ക് ചെല്ലുക, അവിടേക്ക് വിരോധമായിട്ട് അവിടുത്തെ ദുഷ്ടത കണ്ടു, അവർക്ക് വിരോധമായി സംസാരിക്കുക, അവരെന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇവിടെ യോന ഒരു പ്രവാചകനാണ്. യോന എന്തുകൊണ്ട് അവിടേക്ക് പോവാതിരുന്നത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പ്രവചിച്ച കാര്യം സത്യമായില്ല എന്നുണ്ടെങ്കിൽ പ്രവാചകൻ്റെ ഗതി അതോ ഗതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ യോന പോവാത്തതിൽ വലിയൊരു സംഭവമല്ല. കാരണം യോന പ്രവചിച്ച സംഭവം നടക്കാതിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യോനയ്ക്കറിയാം. കാരണം അവിടെ ദൈവം അവരോട് യോന സംസാരിച്ച ഉടനെ അവർ ഏത് ഒരു തരി ബുദ്ധിയുള്ള ആളെയാണെങ്കിൽ അവരത് സ്വീകരിച്ച് ദൈവത്തോട് മാപ്പ് പറയും. കാരണം ഇവിടെ നമ്മുടെ ഇടയിലും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്കൊരു പ്രശ്നം ഉണ്ട് വരാണ്, ദൈവം നമ്മളേക്ക് അടി തരും എന്ന് ഉറപ്പ് തന്നു കഴിഞ്ഞിട്ട്
ആരും അതിനെക്കുറിച്ചിട്ട് അനുദപിക്കാത്ത ആരും ഉണ്ടാവില്ല, എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം ആ അടി നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പൻ്റെ അമ്മയുടെ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു അടി ആയിരിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അനുദപിക്കും. അതുകൊണ്ട് ദൈവത്തിന് കരുണ തോന്നും. ആ വ്യക്തികളെ ദൈവം വിടുവിക്കും. ഈ കാരണം കൊണ്ട് യോനയ്ക്ക് അങ്ങോട്ട് പോയിട്ട് പറയാൻ സ്വാഭാവികമായിട്ട് ഉള്ളിൽ വിഷമം തോന്നും. പക്ഷേ യോന അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ കപ്പലിൽ കയറി യാത്ര പുറപ്പെട്ടു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം ഒരു വ്യക്തിക്ക്, അതായത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വിശ്വാസിയുടെ ഒരു കാറ്റഗറിയിലല്ല പെടുന്നത്. അതിക്ക് മേലെ വരുന്ന ഒരാള്, ആ ആളുടെ അടുത്ത് ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ട് അവൻ അതിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ദൈവം എത്രത്തോളം ശിക്ഷിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ സംഭവിച്ചത്, അവൻ തർശീശിലേക്ക് പോകാൻ വണ്ടി കയറി പോണ വഴിക്ക് കോള് വന്നു. കാറ്റിനോട് ദൈവം കൽപ്പിച്ചു എന്നാണ് പറയണത്, അല്ലേ? അവിടെ ആ വാക്യം അങ്ങനെ വായിക്കുന്നത് നമ്മൾ. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ച് അവിടെ കോളിളക്കം ഉണ്ടായി. അവിടെ സീറ്റിട്ടു. യോനയ്ക്ക് നേരെ വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് യോനയ്ക്ക് മനസ്സിലായി ഞാൻ തന്നെ എൻ്റെ ആള് എന്നുള്ളത്. ഒറ്റടിക്ക് അവിടെ അവരോട് പറഞ്ഞു, എന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും. ആ എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടൊന്നല്ല പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എടുത്തിട്ട ഉടനടി അവരുടെ പ്രശ്നം തീർന്നു. യോനയുടെ പ്രശ്നം തുടങ്ങി. പക്ഷെ എടുത്തിടുമ്പോൾ ദൈവം അവിടെ ഒരു മീനിനെ കൽപ്പിച്ചാക്കി. ഒരു കൽപ്പന കൊടുത്തത് മീനിനോട്, അവനെ പോയിട്ട് വിഴുങ്ങിക്കോ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഛർദ്ദിച്ചോ, കാര്യങ്ങൾ ഓക്കെ ആക്കി. യോനോട് വീണ്ടും കർത്താവ് ഇടപെട്ടു. അപ്പം നമ്മൾ പോവാൻ വിചാരിച്ചിട്ട് അതിൽ രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് പോവാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയില്ലെങ്കിലും ദൈവത്തിന് കൊണ്ടുവരാൻ അറിയാം. നമ്മൾ പോകേണ്ട വഴി നമുക്ക് എങ്ങനെ കാണിച്ചു തരുന്നത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പോവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുകയാണ് നമുക്ക് നല്ലത്. നമ്മൾ പോയില്ല വിചാരിച്ചിട്ട് ചിലപ്പോൾ ആ ദൗത്യം നമ്മളിൽ നിന്ന് മാറ്റില്ല, നമ്മളെ അവിടേക്ക് തന്നെ കൊണ്ടുവരിക്കും. അതാണ് അതിൽ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പോവാൻ വിചാരിച്ചു, പോവാൻ ദൈവം നമ്മളോട് പറഞ്ഞു, പക്ഷേ നമ്മൾ പോയില്ല എങ്കിലും അവിടെ കരുതുന്നതായിട്ടുള്ളൊരു ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു മാനുഷികമായ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് ദേഷ്യമാണ് വരിക. ഇവൻ പോകാൻ പറഞ്ഞിട്ട് പോയില്ല, ഞാൻ വേറെ ആളിനെ വിടാം, അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യം ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ദൈവം ചിന്തിക്കുന്നത് അവനെ അവിടെ കരുതുകയാണ്. അവനെ വീണെടുത്തുനിന്ന് എടുത്ത് കൊണ്ടുപോകാൻ ഒരു മത്സ്യത്തെ കൽപ്പിച്ചേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ തെറ്റ് ചെയ്താലും നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. കാരണം നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മളില്ലെങ്കിൽ പലപ്പോഴും ആ കാര്യം നടക്കില്ല എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോർമലി നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു കമ്മിറ്റിയിൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഒരു പ്രസ്ഥാനത്തിൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ചിന്ത വെച്ചിട്ട് നമ്മൾ അതിന് ചെറിയൊരു വെയിറ്റ് ഒക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മളോട് കൂടെ വരുന്നുണ്ട്. പക്ഷെ ഞാനില്ലെങ്കിലും അവിടുത്തെ പരിപാടി നടക്കും. ദൈവം ഒരു പദ്ധതി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പണി നടക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മുമ്പിൽ നിന്നാലും ഇല്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഏത് രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ആ അനുഗ്രഹം തരാതിരിക്കാനാണെങ്കിൽ നമ്മളെ മാറ്റി വേറെ ആളെ ആക്കും. അതല്ല, നമുക്ക് തന്നെ അതിൻ്റെ പണി തരാനാണെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ ദൈവശക്തനാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, യോന അവിടെ തെറ്റ് ചെയ്തിട്ടാണ് മാറിപ്പോയതെങ്കിലും ദൈവം അവനെ കരുതിയിട്ട് വീണ്ടും നിനവേലേക്ക് തന്നെ കൊടുന്നു. നിനവേല് വെച്ച് പ്രസംഗം നടത്തി. വിചാരിച്ചതുപോലെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. അവർ മാനസാന്തരപ്പെട്ടു, ദൈവവും മാനസാന്തരപ്പെട്ടു, ദൈവം കനിഞ്ഞു, അവർക്ക് വിടുതൽ കൊടുത്തു. പക്ഷേ അപ്പോഴും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പണിയെങ്കിലും ആർക്കെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മുമ്പിൽ വരുന്നത്. 4:1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം നമുക്ക്. ദേശത്തായിരുന്നപ്പോൾ
ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? ആ. അതുകൊണ്ടായിരുന്നു ഞാൻ തെർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. മതി. നമുക്ക് ആ വായിച്ച ഭാഗം നോക്കിയ യോനയ്ക്ക് ഇത് അനിഷ്ടമായിട്ട് തോന്നി. കാരണം അവിടെ രക്ഷിച്ചു, നിനവക്കാരനെ ദൈവം രക്ഷിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവ, ഇതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ചെന്ന് പറയുന്നതിന് മുമ്പ് അവർ മാനസാന്തരപ്പെടും, അവരെന്നെ അതപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നടന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് മൂപ്പർക്ക് ദേഷ്യം തോന്നിയത്. എൻ്റെ പ്രാണനെ എടുത്തോളണമേ എന്ന് പറഞ്ഞു. നീ കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചതിന് അതെ, ഞാൻ ദൈവത്തോടാണ് കോപിക്കണമെന്ന് ആലോചിക്കണം. അവിടെ കോപിച്ചു. അനന്തരം പിന്നെയും ചെറിയൊരു ശങ്ക, എന്തെങ്കിലും ഒരു പണി കൊടുക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അതായത് അപ്പോഴും ദൈവത്തോട് കോപിച്ച് നിൽക്കുന്ന യോനയ്ക്ക് അവിടെ ഒരു ഭവനം പണിത്, അതിന് ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വയഷ്ടപ്രകാരം പണിയുന്ന ഒരു ഭവനാണത്. അതായത് ദൈവം നമുക്ക് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചിട്ടാണ് ഒരു ഭവനം അവിടെ പണിയണത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പണിയുന്ന ഒരു ഭവനത്തിന് അവൻ്റെ തണൽ കിട്ടാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആറാമത്തെ വാക്യം നോക്കിയേ. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് മതി. അതായത് അവൻ ഉണ്ടാക്കിയ ഭവനം, അവിടെ ഭവനം ഉണ്ടാക്കി എന്നല്ല പറയണം. അനന്തരം യഹോവ നഗരത്തിൽ വിട്ട് ചെന്ന് നഗരത്തിന് കിഴക്കേ വശത്തിരുന്ന് അവിടെ ഒരു കുടില് ഉണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴിൽ തണലിൽ പാർത്തു. പക്ഷെ തണലിന് കീഴിലാണ് പാർത്തതെന്നുണ്ടെങ്കിൽ അവിടെ തണൽ ഉണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ചില പദ്ധതികൾ, നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തണലാന്ന് തോന്നിയാലും ദൈവത്തിന് അറിയാതെ തണലല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ മുകളിലൊരു തണലിന് വേണ്ടിയിട്ട് ദൈവം ഒരു ആവണക്കിന് കൽപ്പിച്ചാക്കിയത്. ആവണക്കിനോട് കൽപ്പിച്ചു, അവന് നീ തണൽ കൊടുക്ക്. അപ്പോൾ നമ്മുടെ ചിന്ത പ്രകാരം അത് വലിയൊരു തണലായിട്ടാണ് നമ്മൾ അവിടെ ഒരു കുടിലുണ്ടാക്കിയത്. മനുഷ്യൻ്റെ ചിന്തയിൽ അതൊരു കുടില് നമ്മുടെ തണലായിട്ട് വന്നു എങ്കിലും ദൈവത്തിനറിയാതെ അവന് തണലല്ല. ആ തണൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആവണക്കാരൻ അവിടെ വരണം. അപ്പോഴും ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് അവിടെ ഒരു തണൽ പോലും ലഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ തണൽ കിട്ടിയപ്പോൾ ആളുടെ ഭവനത്തിലില്ല, തണലില്ല. പക്ഷെ ആവണക്കിൻ്റെ തണൽ കിട്ടിയപ്പോൾ മൂപ്പര് വിചാരിച്ചു വീണ്ടും ഞാൻ ചെയ്തത് വളരെ കറക്റ്റാണ്. കാരണം ഞാൻ നിന്ന സ്ഥലത്ത് തന്നെയാണല്ലോ ഈ മരം വന്നത്. അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ പ്രകാരം ആള് ചെയ്തത് നല്ലതാണെന്നുള്ളത് അവിടെ തോന്നി. അപ്പോൾ ദൈവം അടുത്ത പണി കൊടുത്തു. അടുത്ത വാക്യം വയ്ക്കാം. പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. മതി. പിറ്റുന്ന ഇത് കഥകൾ നമുക്ക് അറിയണതാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അതൊക്കെ പറഞ്ഞു പോണത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പുഴു വന്നു, കുത്തി, അത് പോയി. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം വെച്ച്, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അവന്റെ ആ ഒരു ദേഷ്യത്തിന്റെ മാക്സിമത്തിന്റെ ഗ്രാഫിന്റെ നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൽ ഏറ്റവും ടോപ്പ് ലെവൽ അവിടെ കാണുന്നത്, ഞാൻ മരണപര്യന്തം, ഞാൻ മരിക്കണ വരെയും ദൈവത്തോട് കോപം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്രയും മാക്സിമം രോഷാകുലനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവിടെ എത്തി. അതിന് അപ്പോഴാണ് ഒരു തിരിച്ചറിവ് അവിടെ കൊടുക്കുന്നത്. എന്തായിരുന്നു? അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 പരം ചില്ലുവാനം മനുഷ്യര് അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവം അവിടെ വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ 1,20,000 പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്നെ കൊടുത്തിട്ടുള്ളത്.
നീ വെറും ഒരു ആവണക്കിന് നിന്റെ ഒരു കാര്യത്തിന്, നിന്റെ സ്വയമായിട്ടുള്ള കാര്യത്തിനാണ് നീ ദേഷ്യപ്പെടുന്നത്. ഇത്രയും സൗമ്യമായ രീതിയിലാണ് യോനോട് സംസാരിക്കുന്നത്. അടുത്ത ഭാഗങ്ങളൊന്നും നമുക്ക് അതിൽ കാണാനില്ല. യോന അതിവിടെ മാനസാന്തരപ്പെട്ടു, അല്ലെ യോന അതിൽ എന്ത് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് പഠിക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ദൈവം ഒരു കാര്യത്തിനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ആക്കി വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ ദൈവം ശക്തനാണ്. അതിപ്പോൾ നമ്മൾ തെറ്റിപ്പോയാലും തെറ്റിപ്പോയില്ലെങ്കിലും നമ്മുടെ വഴി ഏത് വഴി തിരിച്ചുവിട്ടാലും തിരിഞ്ഞു കറങ്ങി വന്ന് വീണ്ടും അതിലേക്ക് തന്നെ ദൈവം എത്തിക്കും എന്നുള്ളതാണ് നമ്മളോട് കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് വെച്ചപ്പോൾ, ഈ ഭാഗം നമ്മൾ വായിച്ചു പോയപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, യോന മൊത്തത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയിട്ട് ചെയ്യാത്തൊരു വ്യക്തി എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലാണ് കിടക്കുന്നത്. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. എങ്കിലും ദൈവം അവിടെ ചിന്തിക്കുന്ന ആ 1,20,000 പേരെയാണ്. ആ 1,20,000 പേരെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തിന് വിട്ടപ്പോൾ യോനയിൽ കൂടെ അത് സാധിച്ചെടുത്തു. യോന അവിടെ തയ്യാറല്ല എങ്കിൽ കൂടിയിട്ട് യോനയെ കൂടെ അത് സാധിച്ചെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ രീതിയിൽ എത്തിക്കാൻ ദൈവം പ്രവർത്തിക്കും. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. അടുത്ത് നമുക്ക് പഴയ നിയമത്തിലെ മറ്റൊരു വ്യക്തിയാണ് നോഹയുടെ അടുത്ത് ദൈവം ഇതുപോലെ കൽപ്പിച്ചു. നമുക്ക് അതിൻ്റെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 6:13. ആ ആ ആ അടുത്തും കൂടി വായിക്കാം. ആ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, മതി. നമുക്കറിയാം ആ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് അറിയുന്ന കാരണം കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കണില്ല. നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ യോനയോട് ദൈവം കൽപ്പിച്ചപ്പോൾ യോന കേട്ടതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തു. പക്ഷെ അവിടെ പ്രവൃത്തി നടന്നു. നോഹയോട് ഇത് പറഞ്ഞപ്പോൾ നോഹ അത് വളരെ വ്യക്തമായിട്ട് ഏറ്റെടുത്തു. നോഹ പെട്ടകം പണിയാൻ തുടങ്ങി. നോഹ ഇതുപോലെ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ ബൈബിളിൽ അതിനെ കുറിച്ചിട്ട് പറയണമെന്ന് എനിക്ക് 100% അറിയില്ല. പക്ഷെ ആ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അതുവരെ മഴ എന്നൊരു സംഭവം അവിടെ അങ്ങനൊരു പ്രതിഭാസം ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാത്ത കാര്യത്തിന് ദൈവം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തിട്ട് ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പെട്ടകം ഉണ്ടാക്കാൻ നോഹ തയ്യാറായപ്പോൾ നോഹയുടെ ഭാഗത്ത് അങ്ങനെ തയ്യാറായ സമയത്ത് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കിയും നോഹയുടെ കുടുംബത്തെ അവിടെ രക്ഷിക്കുകയും ചെയ്തു. അവിടെ ദൈവത്തിൻ്റെ കൽപ്പന എന്താണെന്ന് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മുടെ ജോയിലൊരു കാര്യം പറഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് ആ മെസ്സേജ് പറഞ്ഞത്. അതിൽ വളരെ ചിന്തിക്കാവുന്നൊരു തോട്ട് എന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ എന്ത് വന്നു നിന്നാലും അതിൻ്റെ അപ്പുറത്തുള്ള യേശുവിനെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ ഒരു പ്രശ്നമല്ലാതായി മാറുന്നതാണ് എന്ന് പറഞ്ഞത്. അതുപോലെയാണ് ഇവിടെ നോഹ തീരുമാനിച്ചത്. എൻ്റെ മുമ്പിൽ വലിയൊരു പ്രശ്നമാണ്, ആളുകൾ മുഴുവൻ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഴ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തിൽ ഇല്ലാത്ത സമയത്താണ് അങ്ങനൊരു സംഭവം ഉണ്ടാവും, ഭൂമി നശിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു പെട്ടകം പണിയാൻ വേണ്ടി തുടങ്ങുന്നത്. ഒരുപക്ഷെ പെട്ടകം പണിയാൻ കൂടെ വന്നിരുന്ന എല്ലാ വ്യക്തികളും ഇയാളെ കളിയാക്കി കാണും. എനിക്ക് ഭ്രാന്താണ്, ഇത് നീ എന്തിനു വെറുതെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു കാണും. പക്ഷെ അവർക്ക് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത വിശ്വാസമാണ് അവിടെ നോഹടയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അങ്ങനെയായിരിക്കണം. എന്താണ് ദൈവം നമ്മളോട് പറഞ്ഞത്? ഇപ്പോൾ യോനയോട് പറഞ്ഞത് ദൈവം പറഞ്ഞു, നീ അവിടെ പോയി പറഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നത്. യോന അവിടെ ചെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബൈബിളിൽ യോനയുടെ പേര് വരില്ല. പക്ഷേ യോന അവിടെ വലിയൊരു സംഭവമായി മാറിയായിരുന്നു. ഞാൻ ഇപ്പോൾ ചെന്ന് പറഞ്ഞു, ഇത്രയും ഫലം ജനം രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ട് അവന് പോകാമായിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആൾ പോയില്ല, അങ്ങനെ ചിന്തിച്ചില്ല. ഇവിടെ നോഹയുടെ അടുത്ത് പറഞ്ഞു നിന്ന് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, അത് പൂർണ്ണമായും വിശ്വസിച്ചു. എന്ത് ദൈവം പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തു, ഞാൻ അത് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ. ദൈവം നമ്മളോട് എന്താ പറഞ്ഞ് അത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട്. ഞാനൊരു മെസ്സേജിൽ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ യോന മീനിൻ്റെ വയറ്റിൽ 3 ദിവസം താമസിച്ചു ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ അത് പറയാണ്, യോനയുടെ വയറ്റിലാണ് ആ മീൻ താമസിച്ചു എന്ന് ബൈബിൾ എഴുതിയിരുന്നു. അയാൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത്രയും സത്യമായ വചനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം
കൈകൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെ കൊണ്ട് എഴുതിച്ച് വന്നിരിക്കുന്ന വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് പറയണത്, പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ ദൈവം അതിന് പ്രവർത്തി തരാൻ ദൈവം തയ്യാറാണ്. നമ്മൾ എന്താണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരുന്നാലാണ് ദൈവം കൽപ്പിക്കുന്നത്, ആ കൽപ്പന ഏറ്റെടുത്ത് അതുപോലെ ചെയ്താൽ ദൈവത്തിൽ നിന്ന് വിടുതലുകൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എങ്ങനെയാണ് ഇതിന് നമ്മൾ രണ്ടും കൂടി ഒന്നാവണമെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം എന്ത് കൽപ്പിച്ചു അത് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ദൈവം എന്ത് കൽപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ രണ്ട് കാര്യമാണ് നമുക്ക് മനസ്സിലായത്. ഇതിൽ വേറൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം നമ്മളോട് കൽപ്പിക്കാൻ നമ്മളെങ്ങനെ ആയിരിക്കണം. ദൈവം നമ്മളോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കണം. നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നുള്ളൂ. ഒരു നോർമൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ദൈവം ഒന്നും പറയാറില്ല, എന്തേലും ചെയ്തോട്ടെ, അവനെ തീനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ദൈവത്തോട് അടുത്ത് വന്ന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണം എന്ന് ചിന്തിച്ച് അത്രയും പക്വതയോടും ആത്മാർത്ഥതയോടും പ്രാഗൽഭ്യത്തോടും നിൽക്കുന്ന വ്യക്തികളോട് മാത്രമേ ദൈവം സംസാരിക്കാറുള്ളൂ. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, പലപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫോക്കസും ദൈവം നമ്മളോട് സംസാരിക്കുന്നതും കേട്ടിരുന്ന കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് വിട്ടുപോയ കാലമാണ് ഇപ്പോൾ മൊത്തം നമ്മുടെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങനെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കണം. നമ്മളതിനെ അതിന് വേണ്ടിയിട്ട് ഒരുക്കി ജീവിക്കുന്നത് നമ്മുടെ അന്ത്യകാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജിൽ കേട്ട്, ഈ അന്ത്യകാലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ക്രിസ്തുവിന് അനുയായി നിൽക്കുന്ന ആളുകളെ നിഷ്കരണം വെട്ടിക്കൊല്ലുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും അത് കേട്ടുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും വളരെ സിമ്പിളായിട്ട് വെട്ടിക്കൊന്ന് അല്ലെങ്കിൽ കൊന്നു കൊഴിച്ചു മൂടുന്നതായിട്ടുള്ള സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും അവസാന ഘട്ടത്തിലാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അവരുടെ ദേവാലയം പണിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതും അന്ത്യകാലത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല രാജ്യങ്ങളിലും ഇന്ന് പട്ടിണിയിലും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഭൂകമ്പങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ അവിടെ നടക്കും, നമുക്കിവിടെ യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ കർത്താവ് വന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിക്കുക. എന്താണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്, യോനയോടായാലും നോഹയോടായാലും നമ്മളോടായാലും എന്താണ് ദൈവം കൽപ്പിക്കുന്നത്, ആ കൽപ്പിച്ച വിഷയത്തിന് കൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുങ്ങി കാത്തിരുന്ന മാത്രമാണ് നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരാൾ എനിക്കൊരു നിർദ്ദേശം, നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കണമെന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കണം എന്നാണ് പറയുന്നത്. അതിനൊക്കെ നമുക്ക് അത്രയും ശുദ്ധിയും നമ്മുടെ ഹൃദയത്തിൽ ഇതും വന്നാലാണ് ഇരിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും എനിക്കും പറ്റാറില്ല. എൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, പൊതുവെ എല്ലാവർക്കും വേണ്ടുന്ന കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലായിരിക്കുമ്പോൾ ദൈവം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളതിനെ അന്ത്യത്തോളം നടത്താൻ പ്രാപ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കുക.